സോ ഐ ഡോണ്ട് പ്ലാൻ ടു ഗോ ലീഗൽ ആൻഡ് ഡു എനിത്തിങ്. എല്ലാം ദൈവം എനിക്കെന്ത് പ്ലാൻ ചെയ്തിരിക്കുന്നു അത് കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ആർക്കെതിരെയും പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല, ആർക്കെതിരെയും കേസ് കൊടുക്കാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരേ ഒരു റീസൺ 112 വട്ടുള്ള ആളെ വിളിച്ചെന്നത് ഐ വാസ് വെരി ഹേർട്ട്. ബിക്കോസ് ഞാൻ ആ ഒരു സീൻ കണ്ടിട്ട് 112 വിളിച്ചപ്പോൾ അത് എനിക്ക് ജീവനിൽ എനിക്ക് പേടിയായി പോയി. കാരണം ഞാൻ വിചാരിച്ചു ഇത് കണ്ടതുകൊണ്ട് ഒബ്വിയസ്ലി ഒരു മിനിസ്റ്റർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഫോട്ടോ എടുത്താൽ ഉറപ്പായിട്ടും അത് എനിക്ക് എന്റെ ജീവിതം പ്രശ്നമാണെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ ഐ വാസ് സ്കെയർഡ് ദാറ്റ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ റൂം സേഫ് എന്ന് പേടി കൊണ്ട് ഞാൻ വിളിച്ചതാണ്. അല്ല, വിശ്വാസപരമായി ഒരുപക്ഷെ താങ്കൾ അങ്ങനെ കരുതാം, പക്ഷേ നിയമപരമായിട്ട് അതിന്റെ സാധ്യതകളാണ്. അപ്പം ഈ ഇതിനുശേഷം പോലീസിന്റെ ഉന്നത തലങ്ങളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ഇപ്പൊ നേരത്തെ മനോജ് എന്ന് പറഞ്ഞ ശരണ്യ മനോജ് ആണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം അല്ല മനോജ് എന്ന് പറയുന്നത് അച്ഛൻ ബാലകൃഷ്ണ പിള്ള സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫാണ്. ഇപ്പൊ ഗണേഷ് കൂടെ ഉള്ളത്. ശരി. അല്ല, വേറെ ആരെങ്കിലും ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടോ അടുത്ത ബന്ധമുള്ള ആരെങ്കിലും ഇക്കാര്യത്തിൽ പിന്നീട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും ചെയ്തോ? ഇപ്പൊ പ്രത്യേകിച്ചും ഇങ്ങനെ ഈ ഒരു തുറന്നു പറച്ചിൽ വന്ന വേളയിൽ എന്നെ ആരും വിളിച്ചിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല. മറ്റ് സ്വാഭാവികമാണ്. ഇപ്പോൾ ഗണേഷ് കുമാർ ആരോപിക്കുന്നത് കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ നിന്നാണ്. നേരത്തെ സതീഷിന്റെ പണിയെന്നാണ്. കോൺഗ്രസ് എങ്ങനെയാണ് കട്ടിൽ കിടക്കുന്ന ആളുടെ ഫോട്ടോ എടുത്ത് എന്റെ കയ്യിൽ തരുന്നത്? എന്റെ കയ്യിൽ പിക്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അന്വേഷിക്കാലോ. ഞാൻ 112 വിളിച്ചോ, ഞാൻ ലേഖ ചേച്ചീനെ വിളിച്ചോ, പോലീസ് വന്നോ, പിങ്ക് പോലീസ് വന്നോ, എന്റെ കയ്യിൽ പിക്ചേഴ്സ് ഉണ്ടല്ലോ. ഐ ഹാവ് ദി എവിഡൻസ് വിത്ത് മീ. ഞാനത് CM സാറിന് കാണിക്കാൻ വില്ലിംഗ് ആണല്ലോ. എത്ര സമയം പോലീസ് അവിടെ ഉണ്ടായിരുന്നു ശരിക്കും? ആദ്യ പോലീസ് ഹാർഡ്ലി എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ കയറി തിരിച്ച് ഒരു ഹാഫ് ആൻ അവർ തിരിച്ചു വരുമ്പോഴേക്കും അവര് പോയിണ്ടായിരുന്നു. അത് അവര് മുറ്റത്ത് പോലും കയറിയില്ലേ? അതോ? ഇല്ല വീട്ടിൽ കയറിയില്ല. അല്ല, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് അവർ വിളിക്കുമ്പോൾ ഈ പിങ്ക് പോലീസ് സാധാരണ രീതിയിൽ അത്രയും ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അനുഗമിക്കുകയായിരുന്നു വേണ്ടത്, അല്ലേ? അതെ, അവര് വന്നില്ല ഉള്ളിലേക്ക്. മാഡം പോവും, ധൈര്യമായിട്ട് പോവും, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ വാതിൽ തുറക്കാൻ സമയമായപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവർ പുറത്തുണ്ടെന്നിട്ട് പോലീസ് ഹെൽപ്പ് എന്ന് പറയുന്നു, ലൈക്ക് എ ഫൂൾ ഐ ആം സ്ക്രീമിങ്. പക്ഷെ അവരൊന്നും ഇല്ലായിരുന്നു അവിടെ. ശരി, എന്തായാലും സങ്കടകരമായ ഒരു കാര്യമാണ് ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനു മുൻപ് ഇപ്പൊ താങ്കൾക്കും അറിയാവുന്നതാണ്, നേരത്തെയും ഗണേഷ് കുമാർ കാര്യമില്ല, അല്ല നേരത്തെ വന്ന സംഭവങ്ങൾ വിവാദങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോ അതിന്റെയൊക്കെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ഇതിനെ കണക്കാക്കേണ്ടി വരും, അല്ലേ? അതെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ദൈവം കൂടെ ഉണ്ട്. ഈ ചിത്രങ്ങൾ മുഖ്യം കാണിക്കാനോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇതാണ് ഇല്ല, ഞാൻ അങ്ങനെ അതിനെതിരായിട്ട് പോകാനോ ഒന്നും പ്ലാൻ ഇല്ല. പക്ഷെ ഇതുപോലെ തന്നെ അതെല്ലാം ഞാൻ നുണയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രങ്ങൾക്കൊന്നും കൊടുക്കാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ എല്ലാം നമ്മുടെ സംസ്ഥാനത്തിന്റെയും എല്ലാം തലവനായിരിക്കുന്നത് CM സാറാണ്, അല്ലേ? അപ്പോൾ ഞാൻ നേരിട്ട് അവിടെ പോയി അഥവാ എനിക്കെതിരെ എന്തെങ്കിലും ഇനി ഒരു അലിഗേഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം വില്ലിംഗ് ടു ഷോ ദി എവിഡൻസ് ടു CM സാർ. അത് ഞാൻ ഇന്ന് രാവിലെ വീണയെടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ എവിഡൻസും ഉണ്ട് ആൻഡ് ഐ എം വില്ലിംഗ് ടു ഷോ ദി എവിഡൻസ് ടു CM സാറിന് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതായത് വീണ്ടും പ്രകോപിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫോണിൽ വിളിച്ചപ്പോൾ വട്ടാണ് എന്ന് പറയുന്ന നിലയിൽ പറയുന്നത് ശ്രീലേഖ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്ന എന്റെ ചേച്ചിയെ അങ്ങനെ പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഇതായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് റൈറ്റ്. ബിക്കോസ് അവരെന്നെ സഹായിക്കാൻ വന്നത് ഈ ഫസ്റ്റ് ടൈം അല്ല, അവര് 2009 എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ കൂടി ചേർത്ത് പറയുന്നത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. 2014 തോന്നുന്നു നിങ്ങളുടെ വിവാഹം അല്ലേ? അതിനുശേഷം കഴിഞ്ഞ എത്ര വർഷം മുതൽ ഇങ്ങനെ ഒരു ഈ ബന്ധത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്? I think right from the time I got married we've been having problems. അപ്പോൾ അന്ന് മുതൽ പലതും അടിച്ചമർത്തി അല്ലെങ്കിൽ മനസ്സിൽ ഉള്ളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഇതിന് ഇത്തരം സാഹചര്യങ്ങൾ നേരത്തെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ എന്ന നിലയിലല്ല, ഇങ്ങനെ നിങ്ങൾ ഒരു വീട്ടിൽ കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചല്ല. ഐ ബീൻ സ്റ്റേയിങ് ഇൻ ദുബായ് കുറെ കാലമായിട്ട്. പിന്നെ ഞാൻ ഒരു കയ്യേറ്റ നിലയിൽ അങ്ങനെയൊക്കെ ഗാർഹിക പീഡനം എന്ന നിലയ്ക്കൊക്കെ ഏതെങ്കിലും അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? നോ നോട്ട് അറ്റ് ഓൾ. ഈ സ്വത്തുകളായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നിലവിൽ? അങ്ങനെയൊക്കെ ഇനി ആരോപണങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. എന്താണ് ഈ സ്വത്ത് പണപരമായിട്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? നോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല.
കാരണം അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ വരാൻ സാധ്യത. ഇല്ല 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 ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ശരി, അപ്പോൾ നിലവിലെ തീരുമാനം മുന്നോട്ട് പോകുന്നില്ല, നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നതാണ്. എന്തെങ്കിലും ഒരു ഇനിയും വീണ്ടും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രം മുഖ്യമന്ത്രിയെ സമീപിക്കും എന്നാണ് അല്ലേ? അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു പ്രസ് കോൺഫറൻസിനോ ഞാൻ ഇതിപ്പോ എന്നെ ഒന്ന് എനിക്ക് വട്ടാണെന്നും ചേച്ചി ആരാണെന്നും ചോദിച്ചത് കൊണ്ട് മാത്രം പ്രതികരിച്ചതാണ്. ദാറ്റ്സ് ഓൾ. ശരി ശരി, എന്തായാലും താങ്ക് യു. പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്രയും നേരം സംസാരിക്കേണ്ടതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അനുഭവിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവർ കൃത്യമായി പറയുകയായിരുന്നു. പക്ഷേ നിയമപരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് ബിന്ദു മേനോൻ അറിയിക്കുന്നത്. ചിത്രങ്ങളടക്കം തൻ്റെ കൈവശമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുമായി അവർ സംസാരിച്ചു, സാഹചര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരാളെ എങ്ങനെയാണത് ട്രിഗർ ചെയ്യുന്നത് എന്ന് കൂടിയാണ്. ഫോണിൽ വിളിച്ചു അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിളിക്കുന്നവർ വട്ടാണ് എന്നാണ് ഗണേഷ് കുമാർ പ്രതികരിച്ചത്. ഒരു ആരോപണം വന്നാൽ അതിനെ ഏത് നിലയിലാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതെന്ന് മന്ത്രിയും കൈവിട്ട വാക്കുകൾ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരുപക്ഷെ അവരും ഇത്രയധികം ഇമോഷണലായിട്ട് സംസാരിച്ചത്. നിലവിൽ മറ്റു നടപടികളിലേക്കൊന്നും പോകാൻ താൻ തയ്യാറല്ല, ഒരു സോറി പറയുമെന്നാണ് താൻ കരുതിയതെന്നാണ് ബിന്ദു മേനോൻ നമ്മളോട് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ സ്ഥിതിക്ക് സോറി ഗണേഷ് കുമാറിൻ്റെ നാവിൽ നിന്ന് വരുമെന്നാണ്. പക്ഷേ അത് പ്രതീക്ഷിക്ക വയ്യ എന്ന് ഗണേഷ് കുമാർ ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് അവർക്കും ബോധ്യമായിട്ടുണ്ട്. രണ്ടുപേർ തമ്മിലുള്ള ഇഷ്യൂ ആണ്, വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ ഒരാൾ മന്ത്രിയാണ് എന്നതാണ്, മറ്റേയാൾ സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന ഗാർഹിക പീഡനമാകട്ടെ ആ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ്. അതിൽ പോലീസിൻ്റെ ഇടപെടൽ അതാണ് ഇനി ഏറ്റവും വലിയ ഒരു പ്രശ്നമായി സ്വാഭാവികമായിട്ടും പോലീസ് തന്നെ അന്വേഷിക്കേണ്ടത്. പോലീസിൽ വിളിച്ചു, പോലീസ് എത്തുന്നു, പിങ്ക് പോലീസ് വരുമെന്ന് പറഞ്ഞു, പിങ്ക് പോലീസ് വരുന്നു. അവർ പോലീസ് ഉണ്ട് എന്ന് ഉറപ്പിൽ അവർ അകത്തേക്ക് കയറുന്നു. തിരിച്ചിറങ്ങുമ്പോൾ വാതിൽ തുറക്കാൻ ഉള്ളിലുള്ളവർ ഗണേഷിൻ്റെ കൂടെയുള്ള ആളുകൾ അനുവദിക്കുന്നില്ല എന്നതാണ്. പക്ഷേ പോലീസ് സഹായത്തിന് വരുമെന്ന് കരുതി തിരിച്ച് പുറത്തിറങ്ങുമ്പോൾ പോലീസ് അവിടെ സ്ഥലത്തില്ല എന്നാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് പോലീസ് എന്നതാണ് ഒരു മന്ത്രിയായതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സംരക്ഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണോ? ഒരു സ്ത്രീക്ക് കിട്ടാത്ത ഒരു സംരക്ഷണം മന്ത്രിക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നതെന്നൊക്കെ തീർച്ചയായും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണങ്ങൾ വരേണ്ടതാണ്. ഇപ്പോൾ രാഷ്ട്രീയ വിഷയമായി ഇത് മാറുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ബിന്ദു മേനോനാണ് വളരെ വിശദമായി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ അവർ നമ്മളോട് സംസാരിച്ചു.